അങ്ങനെ രാഹുൽ സദാശിവൻ്റെ ഡയസീറെ കണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു മോനെ, കിടിലൻ പടം. കിടിലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വേൾഡ് ക്ലാസ് സിനിമ എന്ന് പറയണേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മലയാളത്തിൽ ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. പണ്ട് പറയുമ്പോൾ അമ്മക്ക് തന്നെ ഒരു സാധനം വരുന്നുണ്ട്, പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വേൾഡ് ക്ലാസ് ഇപ്പോഴും വേൾഡ് ക്ലാസ് ആണല്ലോ. തുടക്കം മുതൽ ഫ്രം ദ ബിഗിനിങ് ഈ പടം ഒരു സ്റ്റാൻഡേർഡ് വയ്ക്കുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഇത് കീപ്പ് ചെയ്ത് നമ്മളുടെ നാട്ടിലെ കഥ ആക്ച്വലി ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ്റെ ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റുന്ന ഒരു സാധനമുണ്ട് ഡയസീറെ. കാരണം നമ്മുടെ ബ്രഹ്മയുഗത്തിനൊരു പ്രശ്നമുള്ളത്, ബ്രഹ്മയുഗം നമ്മളെ കിട്ടക്ക് സിനിമയാണെങ്കിലും നമ്മളുടെ റിയൽ ലൈഫോട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് അതില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ പടം കണ്ട ഒരാളാണെങ്കിൽ ഒരു ചെറിയ സൗണ്ട് വരെ നമുക്ക് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. അമ്മാതിരി സാധനമാണ്. അതായത് നമ്മളെ പേടിപ്പിക്കുമോ? ഇല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ പേടി എന്ന് പറഞ്ഞ സാധനത്തിനെ പുറത്തേക്ക് വലിച്ചിടുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഇതാണ് രാഹുൽ സദാശിവൻ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്രണവ് മോഹൻലാൽ ഇങ്ങനെ ഈ സിനിമ ചെയ്യാൻ താല്പര്യമില്ല, അഭിനയിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഇമ്മാതിരി സിനിമയിൽ പോയിട്ട് അഭിനയിക്കും. അതെന്ത് ഈ പേടിക്കുന്ന സാധനമൊക്കെ ചെയ്യണം. ഒമ്പൻ സാധനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒമ്പൻ എന്ന് പറഞ്ഞാൽ വമ്പൻ പരിപാടി. പിന്നെ അരുണ്, നമ്മളെ ആസ്തറ്റിക് കുഞ്ഞമ്മയുടെ അവനാണ് ഈ സിനിമയിലെ ബെസ്റ്റ് പെർഫോമർ. അതായത് എന്നോട് ചോദിക്കുകയാണ് ആരാണ് ഇതിൽ പെർഫോമർ? അവനാണ് പെർഫോമർ. അതായത് ചില സാധനങ്ങൾ നാച്ചുറലി സംസാരിക്കുമ്പോൾ സ്ലിപ്പാവും ഡയലോഗ്സ്. ഈ സാധനമൊക്കെ ഇവൻ ചെയ്ത് വെച്ച പരിപാടി. മിക്ക ആക്ടേഴ്സും ഇത് ചെയ്യും, ഇങ്ങനെ സ്ലിപ്പിംഗ് പരിപാടിയൊക്കെ ചെയ്യും. പക്ഷേ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നാറുണ്ട്. പക്ഷേ ഇവൻ ഒരു സിഗരറ്റ് വലിക്കുന്നവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരുത്തൻ ഇങ്ങനെ സിഗരറ്റ് വലിക്കണത് അത്രയും രസമായിട്ട് ഒരു പരിപാടി ചെയ്ത് വെച്ചിരിക്കുക. അത് അവൻ്റെ മൈൻഡിൽ എന്താണ്, അവൻ എന്ത് മൂഡിലാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് കൺവേ ആവും. എന്തൊരു നടനെ, ഭയങ്കര അഭിനയമായിരുന്നു, കിടിലൻ പരിപാടിയായിരുന്നു. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ DOP ആണ്. DOP ഞാൻ ഇപ്പോൾ പറയാൻ കാരണം നമ്മൾ വെറുതെ കുറേ ലൈറ്റ്സ് കുറേ പരിപാടികളൊക്കെ ചെയ്ത് വൻ ഫ്രെയിം വെച്ച് ആ കഥയ്ക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഷോട്ടിനത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് നമുക്കിതൊരു സിനിമോട്ടോഗ്രാഫി ചെയ്ത പോലെ തോന്നില്ല. നമ്മൾ ആ കഥ നടക്കുന്ന റൂമിലാണെങ്കിൽ നമ്മൾ ആ റൂമിലാണ്, ആ കഥ നടക്കുന്ന കാറിലാണെങ്കിൽ അത് കാറിലാണ്. കഥയെ കൊണ്ടുപോകാൻ ആ സിനിമോട്ടോഗ്രാഫി വർക്കാവുകയാണ്. അത് കിടിലൻ പരിപാടിയായിരുന്നു. ആൻഡ് മേക്കപ്പും ആർട്ടും എൻ്റെ മോനെ അവസാനത്തേക്കൊക്കെ എത്തുമ്പോൾ കുറച്ച് പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി ചീറ്റി പോണ പരിപാടിയാണ്. ഇത് നമ്മൾ കുറേ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ ഒക്കെ ചീറ്റി പോകാറുണ്ട്. ഇത് പെർഫെക്ഷനാണ്. എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ, അത് സമ്മതിച്ചേ പറ്റൂ. പിന്നെ സൗണ്ട് ഡിസൈൻ. ആൻഡ് സൗണ്ട് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ വൈനോട് സ്റ്റുഡിയോൻ്റെ പേര് എഴുതി കാണിക്കുന്ന മുതൽ അടുത്ത എൻഡ് വരെ സൗണ്ട് ഡിസൈൻ ഈ സിനിമേനെ ഒരു 10 കട്ട മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരാളുണ്ട്, ക്രിസ്റ്റോ സാവിയർ. എൻ്റെ മോനെ, ആ പ്രണവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻ മുതൽ പിന്നെ അവസാനിക്കുന്ന ടൈറ്റിൽ വരെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഒന്നാമത് ആ മ്യൂസിക്, ആ പാട്ട്, ആ സോങ് ഉണ്ട്, ഒരു സോങ്. ആ സോങ് അഡിക്റ്റായി. സാധനം വമ്പം. രാഹുൽ സദാശിവൻ, ക്രിസ്റ്റോ, അതൊരു പരിപാടിയാണ്. പിന്നെ അത് പ്രൊഡക്ഷൻ ഹൗസിന് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇമ്മാതിരി ഒരു സാധനം പടച്ചു വിട്ടിട്ട് അവരെ സമ്മതിക്കണം. ബാക്കി എല്ലാവരും ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്, ലൈറ്റ് വച്ച ആൾ മുതൽ ഇത് അവസാനം ആ ഔട്ടെടുത്ത് മറ്റേ തിയേറ്ററിലേക്ക് പോയത് വരെ ആരൊക്കെ ഇതിൽ നിന്നുണ്ടോ അവരൊക്കെ ഒപ്പട്ടെ, തിയേറ്ററിൽ ഓപ്പറേറ്റർ വരെ. മാൻ, ഇത് കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് കണ്ടീഷൻ 4K അറ്റ്മോസിൽ തന്നെ പോയി കാണണം. 4K അല്ലെങ്കിലും അറ്റ്മോസ് പോയി മസ്റ്റായിട്ട് കാണണം, വേറെ ഒന്നിലും പോയി കാണരുത്. രണ്ടാമത്തെ കാര്യം, സെൻട്രലാണ് സൗണ്ടിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നത്, മറ്റത് വരുന്നത് പറഞ്ഞിട്ട് സെൻറ്ററിൽ പോയിരിക്കാനോ ബാക്ക് പോയിരിക്കാനോ നിൽക്കാതെ മാക്സിമം ഫ്രണ്ടിൽ കയറിയിരിക്കുക. അതായത് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ഈ ഫ്രെയിം കംപ്ലീറ്റ് ഈ സാധനമാണെങ്കിൽ ഈ പടം നമുക്ക് വല്ലാണ്ട് വർക്കാവും. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് പേടിച്ച് ഞെട്ടിത്തരിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. നമ്മുടെ ഉള്ളിലെ പേടി അതിനെ പുറത്തേക്കെടുത്ത് അതിനങ്ങനെ റൗണ്ട് അടിപ്പിച്ച് ചെയ്യുന്ന ഒരു സംഭവ പരിപാടിയാണ്. അപ്പോൾ ഈ സിനിമ മസ്റ്റായിട്ട് കാണാം, മിസ്സാക്കരുത്. ഹൊററാണ്.